എറണാകുളത്ത് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം. വ്യാജ സ്റ്റാമ്പ് പേപ്പറും വാടക ചീട്ടുമുണ്ടാക്കി വ്യാപകമായി കള്ളവോട്ട് ചേർത്തെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകി. കൊച്ചി കോർപ്പറേഷന്റെ 25-ാം ഡിവിഷനിലാണ് സംഘടിതമായി കള്ളവോട്ട് ചേർത്തെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇത് വളരെ സംഘടിതമായിട്ട് കള്ളവോട്ട് ചേർക്കാനായിട്ടുള്ളൊരു ശ്രമം നമുക്ക് തെളിവായി വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ആരോപണമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഡിവിഷൻ 25 വടുതല ഈസ്റ്റിലാണ് ഇത് നമുക്ക് തെളിവോടുകൂടി നമുക്ക് കണ്ടുപിടിക്കപ്പെട്ടു. ഒരു ഡിവിഷനിലെ വിവിധ ബൂത്തുകളിൽ വ്യാജ വാടക ചീട്ട് ഉപയോഗിച്ച് ചേർക്കാനുള്ള ശ്രമമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരേ സ്റ്റാമ്പ് പേപ്പർ ഉപയോഗിച്ച് 4-5 കരാറുകൾ ഉണ്ടാക്കുന്നു. അടുത്തൊരു സ്റ്റാമ്പ് പേപ്പർ ഉപയോഗിക്കുന്നു, 5 ബൂത്തിലും ഓരോ കരാറിലുണ്ടാക്കുന്നു. അത്തരത്തിൽ 60 പേരെ ചേർക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. അല്ലെങ്കിൽ 18 പേരെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ റിജക്ട് ചെയ്തു, താമസക്കാരല്ലാന്നാണ് റിജക്ട് ചെയ്തു. ബാക്കിയുള്ളവർ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കള്ള സ്റ്റാമ്പ് പേപ്പർ, ഒരു 2024 വാങ്ങിച്ച സ്റ്റാമ്പ് പേപ്പർ ഉപയോഗിച്ച് 2025 വാടക ചീട്ട് സൃഷ്ടിച്ച് ഒരേ സ്റ്റാമ്പ് പേപ്പറിൻ്റെ കോപ്പി ഉപയോഗിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള 5 വ്യത്യസ്തമായ കരാറുകൾ ഉണ്ടാക്കി 5 ബൂത്തുകൾ ആളെ ചേർക്കാനുള്ള ശ്രമമാണ് പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം. ലേബി സജീന്ദ്രൻ, കോർപ്പറേഷന്റെ 25-ാം ഡിവിഷനിൽ കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ ആളെണ്ണം കൂടിയതാണോ ഈ സംശയം തോന്നാൻ കാരണം? 30,000 വോട്ടോളം കോർപ്പറേഷനിൽ ആകെ ചേർത്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഇത് മുഴുവൻ തപ്പേണ്ടി വരുമോ ഇനി? തീർച്ചയായും ഇത്തരത്തിൽ ആളുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോഴാണ് ഈ സംശയവുമായി ഇപ്പോൾ പരാതി നൽകിയ ഹെൻറി ഓസ്റ്റിൻ രംഗത്ത് വന്നത്. ഇത്തരത്തിൽ ശ്രദ്ധിച്ച് ഇത് പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വ്യാജ സ്റ്റാമ്പ് പേപ്പർ ഉപയോഗിച്ച വാടക ചീട്ടുണ്ടാക്കുന്നു. ഈ സിറ്റിയിലൊക്കെ സാധാരണഗതിയിൽ ഈ പറയുന്നത് പോലെ വാടക ചീട്ട് വെച്ച വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കിയത് ക്രമാതീതമായി വന്നപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ തെളിവ് സഹിതമാണ് ഇപ്പോൾ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. 4 സ്റ്റാമ്പ് പേപ്പർ ഉപയോഗിച്ച 15 കരാറാണ് ഇത്തരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വെച്ചാണ് ഇത്രയധികം ആളുകളെ ചേർത്തിരിക്കുന്നത്. ഒരേ വീട്ടു നമ്പറിൽ വ്യത്യസ്തമായ വീട്ടു പേരുകളിൽ അത് ശ്രദ്ധിക്കണം സുജയ. ഒരേ നമ്പറാണ്, വീട്ടു നമ്പർ 1, വീട്ടു പേര് വ്യത്യസ്തം. ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് അത് കണ്ണൂർ ജില്ല, പാലക്കാട്, ആലപ്പുഴ ജില്ല, തൃശൂർ ജില്ല, ഈ 3 ജില്ലകളിൽ നിന്നുള്ളവരെയാണ് വ്യാപകമായി ചേർത്തിരിക്കുന്നത് എന്ന പരാതിയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതുമാത്രമല്ല, എറണാകുളം ജില്ലയിലെ പോലും പല ഭാഗങ്ങളിൽ, പല അസംബ്ലി മണ്ഡലത്തിൽ നിന്നുള്ളവരെയാണ് ഈ ഡിവിഷനിലേക്ക്, അതായത് 25-ാം ഡിവിഷനിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 25-ാം ഡിവിഷന്റെ പ്രത്യേകത എന്താണ് ലേബി? അവിടെ ആരൊക്കെയാണ് മത്സരിക്കുന്നത്? 25-ാം ഡിവിഷനിൽ കഴിഞ്ഞ തവണ LDF വിജയിച്ച സ്ഥലമാണ് ഇവിടെ. അവിടുത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതേയുള്ളൂ. ഏതായാലും 25-ാം ഡിവിഷനിൽ കഴിഞ്ഞ തവണ LDFന് നേരിയ മാർജിനിൽ വിജയിച്ചൊരു സ്ഥലമാണ്. ഇവർ ഉന്നയിക്കുന്ന ഒരു പരാതി പ്രധാനമായും ഇതാണ്. ഇത്തരത്തിൽ അധികം ആളുകളെ ചേർക്കുമ്പോൾ സ്വാഭാവികമായും ചെറിയ വ്യത്യാസത്തിൽ മത്സരിച്ച സ്ഥലങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള പരാതിയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത്. ഈ പരാതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത്തരത്തിൽ സ്റ്റാമ്പ് പേപ്പർ നേരത്തെ തന്നെ ഒരു കാര്യം കൂടെ ഓർക്കണം സുജയ, ഇവർ ഉന്നയിക്കുന്ന പ്രധാനമായ ഒരു പരാതി ഇത് മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് വാടക ചീട്ട് 6 മാസം മുന്നേ താമസിക്കുന്ന ഒരു സ്ഥലത്തെ വേണം വാടക ചീട്ട് കൊടുക്കാൻ. ഇത് കൃത്യമായി ഈ പല പ്രദേശങ്ങളിൽ നിന്നുള്ളവർ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ പേര് വെച്ചുകൊണ്ട് ഒരുമിച്ച് താമസിക്കുന്നതായി രേഖയുണ്ടാക്കി 6 മാസം മുന്നേയുള്ള ഒരു കരാറാണ് ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. സ്റ്റാമ്പ് പേപ്പർ ആകട്ടെ നേരത്തെ തന്നെ മേടിച്ച് സൂക്ഷിച്ചിരിക്കുന്നു. ഒരേ സ്റ്റാമ്പ് പേപ്പറിന്റെ കോപ്പി എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായി കരാറുകൾ ഉണ്ടാക്കി, വ്യാജ കരാറുകൾ ഉണ്ടാക്കി എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. സുജയ. ഓക്കെ ലേബി സജീന്ദ്രൻ, എന്തായാലും തൃശൂർ, കണ്ണൂർ, ആലപ്പുഴ ജില്ലക്കാരൊക്കെയാണ് ഒരേ വീട്ടു നമ്പറിൽ വന്നിരിക്കുന്നത്. അത് സ്വാഭാവികമാണോ, സാന്ദർഭികമാണോ എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്.